സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസിലെ ആൽക്കീൻസ് എന്ന് പറയുന്ന പാർട്ടാണ്. സോ ആദ്യം ആൽക്കീൻസ് എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് ആൽക്കീൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൽക്കീൻസ് എന്നാണ് എന്തുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഹൈഡ്രോ കാർബൺസിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആൽക്കീൻസ് എന്ന് പറയുന്ന പാർട്ട് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ എന്ന് പറയുന്നത് ഓസോണോളിസിസാണ്. നമ്മളത് പറയും. അപ്പോൾ നമ്മളിതിൻ്റെ മുഴുവൻ കാര്യങ്ങളും സംസാരിക്കും. സോ എന്താണ് കാര്യങ്ങൾ നോക്കാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് GECR, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സാധനം. അതിവിടെ ഇല്ല, അത് ഇനോർഗാനിക് കെമിസ്ട്രി ഇല്ല, സോറി ഞാൻ മാറിപ്പോയത്. അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് ജനറൽ ഫോർമുലയാണ്. ജനറൽ ഫോർമുല നോക്കാം. സോ ജനറൽ ഫോർമുല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ജനറൽ ഫോർമുല വേറെ ഒന്നുമില്ല, CnH2n. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ എടുക്കുന്നത് N2 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആൽക്കീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതാൻ പോകുന്നത് എന്താ അറിയോ? ഞാൻ എഴുതേണ്ടത് വേറെ ഒന്നുമില്ല, ഞാൻ എഴുതേണ്ടത് C2H2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ C2H4 എന്ന് വരും. അതായത് കോമ്പൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതാൻ പറ്റും. നോക്കുക, അവിടെ കാർബണിൻ്റെ ബാലൻസ് നോക്കുക. കാർബണിന് 2 ഹൈഡ്രജനായിട്ടുള്ള വാലൻസി, 2 ബോണ്ടും. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 4 വാലൻസി ഉണ്ട്. 4 വാലൻസി കിട്ടി. അതായത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ജനറൽ ഫോർമുല എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ജനറൽ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് ഇതിന് കളർ മാറ്റല്ലേ. അപ്പോൾ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ജനറൽ ഫോർമുലയ്ക്ക് ശേഷം ബോണ്ട് ലെങ്ത് ആണ്. സോ ബോണ്ട് ലെങ്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് പറയാം. അതായത് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് സിംഗിൾ ബോണ്ട് ഉണ്ട്, C ഡബിൾ ബോണ്ട് ഉണ്ട്, C ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഈ സിംഗിൾ ബോണ്ട് കാണിക്കുന്നത് ആൽക്കെയിൻസ് ആണ്. ആൽക്കെയിൻസ് ആണ് സിംഗിൾ ബോണ്ട് കാണിക്കുക. ആൽക്കീൻസ് ആണ് എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് കാണിക്കുക. ട്രിപ്പിൾ ബോണ്ട് കാണിക്കലാരാണ്? ആൽക്കെയിൻസ് ആണ്. സോ അങ്ങനെയാണ് 3 ഇതുള്ളത്. ഇതിലേറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ആർക്കാന്ന് വെച്ചാൽ ഇയാൾക്കാണ് വരിക. സോ ഇതിൽ ആൽക്കെയിൻസിൻ്റെ ബോണ്ട് ലെങ്ത് ഏകദേശം വരിക 134 പൈക്കോമീറ്റർ വരെ. 134 പൈക്കോമീറ്റർ വരെ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിലെന്തുണ്ട്? ഐസോമറിസം കാണിക്കുന്നുള്ളതാണ്. സോ ഇതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ആൽക്കെയിൻസ് കാണിക്കാതെ ആൽക്കീൻസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഐസോമറിസം. ഐസോമറിസത്തിൽ എന്ത്? ജോമെട്രിക്കൽ ഐസോമറിസം. മറ്റേത് ഐസോമറിസം കാണിക്കും. ഐസോമറിസത്തിൽ എന്ത്? ഐസോമറിസത്തിൽ ജോമെട്രിക്കൽ ഐസോമറിസം, അതാണ് മെയിനായിട്ടുള്ളത്. മറ്റേത് സാധാരണക്കാർ അറിയുന്ന ഒരു സാധനമാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. സോ ഞാനൊരു ആൽക്കെയിൻ എടുത്തു. ഈ ആൽക്കെയിൻ എന്തുണ്ട്? ഇവിടെ 2 വാലൻസി ഉണ്ട്, ഈ സൈഡിൽ എന്തുണ്ട്? 2 റെഡ്. സോ ഞാനിവിടെ എടുക്കുന്നത് ഒരു CH3 ഗ്രൂപ്പാണ്. ഈ CH3 ഗ്രൂപ്പ് ഇതേ സൈഡിൽ വന്നാൽ എന്താ? ഇവിടെ H-ഉം ഇവിടെ H ഇട്ടു. സോ ഇങ്ങനെ വന്നാൽ എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൈഡിലും അതായത് ഒരേ സൈഡിൽ തന്നെ ഒരേ പ്ലെയിനിൽ തന്നെ വന്നാൽ എന്താണ്? അത് സിസ് ആണെന്നുള്ളതാണ്. സിസ്സാണ്. അതായത് ഇയാളൊപ്പം തന്നെ ഇയാളുണ്ട് എന്നുള്ള കാര്യത്തിലാണെന്ത്? അതായത് രണ്ടാളൊരു പ്ലെയിനിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാളൊരു പ്ലെയിനിലുണ്ടെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ സിസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഓർത്തിരിക്കാനുള്ളൊരു ഐഡിയ ആയിട്ട് പറയാൻ പറ്റും. അടുത്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ കോമ്പൗണ്ട് എടുത്തു, ഞാൻ C എന്നെടുത്തു. ഞാൻ എന്ത് ചെയ്തു? CH3 ഇവിടെയാണ്, ബട്ട് എൻ്റെ മറ്റേ CH3 ഈ എൻഡിലാണ്. H ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ് ആണ്. ഇത് ട്രാൻസാണ്. ഇതെന്തല്ല? അതായത് ഈ CH3 എന്താണ്? വ്യത്യസ്ത പ്ലെയിനില്ല. മനസ്സിലാവും? ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് വരിക. ബട്ട് എന്താണ് നോക്കാം. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് H ഓപ്പോസിറ്റാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയും. ഇതാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. സോ ഈ ജോമെട്രിക്കൽ ഐസോമറിസം സിസും ട്രാൻസും ഏതാണെന്ന് മനസ്സിലാക്കാനല്ല വരിക. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ അതായത് ഞാൻ മെൽറ്റിംഗ് പോയിൻ്റ് എടുത്തു. അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സ്റ്റെബിലിറ്റി എടുത്തു. സ്റ്റെബിലിറ്റി ഇവിടെ എഴുതിയാൽ ശരിയാവില്ല. അതായത് ഞാൻ എന്തെടുത്തു? ഫസ്റ്റ് എടുക്കുന്ന പ്രോപ്പർട്ടി, അതായത് ഞാൻ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുത്തു. അടുത്തത് ഞാൻ എടുക്കുന്നത് സ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എടുത്തു. ഈ 2 പ്രോപ്പർട്ടി എടുത്താലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതെന്താണ്? സിസ് ഫോമിനെക്കാട്ടിയും കൂടുതൽ ആർക്കാണ്? ട്രാൻസ് ഫോമിനാണ്. ട്രാൻസ് ഗ്രേറ്റർ ദാൻ സിസ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഞാൻ എടുക്കുന്ന പ്രോപ്പർട്ടീസ് ബോയിലിംഗ് പോയിൻ്റ്, അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റ്, അതുപോലെ തന്നെ സൊല്യൂബിലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
എന്താണ് സൊല്യൂബിലിറ്റി പോലത്തുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ് കൂടുതൽ സിസ് ഫോമാണ് ട്രാൻസ് ഫോമിനും കാട്ടി കൂടുതൽ. ഓക്കെ, സിസ് ഗ്രേറ്റർ ദാൻ ട്രാൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിസ് ഗ്രേറ്റർ ദാൻ ട്രാൻസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുക. ഇതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനും കാട്ടി കൂടുതൽ ചോദിക്കുക എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമിനാണോ സിസ് ഫോമിനാണോ ഈ പ്രോപ്പർട്ടീസൊക്കെ കൂടുതൽ എന്നുള്ള കാര്യമാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, അതായത് സിസും ട്രാൻസ് ഇതും. ഓക്കെ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. സോ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിപ്പറേഷൻസ്. സോ ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ത്, അതിൻ്റെ പ്രിപ്പറേഷൻസ് മനസ്സിലാക്കാനുള്ളത്. സോ പ്രിപ്പറേഷൻസ് നോക്കാം. ഓക്കെ, പ്രിപ്പറേഷൻസ് നോക്കാം. ഓക്കെ, പ്രിപ്പറേഷൻസ് നോക്കാം. ഇത് ഈ എൻഡിലായതുകൊണ്ട് ചെറിയ ഒരു വിഷയമുണ്ട്, മാറ്റി വരക്കാം. എൻഡിൽ നോക്കാം അല്ലേ. ആണ് നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷനാണ്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രിപ്പറേഷൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രം ആൽക്കെയിൻസ് ആണ്. സോ ആദ്യത്തെ മെത്തേഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ആൽക്കെയിൻസ് എന്നാണ്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രം ആൽക്കെയിൻസ് ആണ്. സോ എന്താണ് ആൽക്കെയിൻസ്? ആൽക്കെയിൻസ് തന്നെ വേറെ ഒന്നുമല്ല, നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന സാധനങ്ങളാണ് ആൽക്കെയിൻസിൻ്റെ. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൽക്കെയിൻ തന്നെ ഇതാണ്. ഇതിൻ്റെ പേര് എന്താണ്, അസിറ്റിലിൻ എന്ന് പറഞ്ഞ സാധനം. ഇത് അസിറ്റിലിൻ. ഓക്കെ, അസിറ്റിലിൻ എന്ന് പറഞ്ഞ സാധനം. സോ ഇതാണ് എന്ത്, ആൽക്കെയിൻസിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം. അതായത് ട്രിപ്പിൾ ബോണ്ട് വരിക എന്നുള്ളതാണ് ആൽക്കെയിൻസോട് ഉദ്ദേശിക്കുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യം ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇതിലെന്തുണ്ട്, സിസ് ഫോമും ട്രാൻസ് ഫോമും. സോ എന്തൊക്കെയുണ്ട്, സിസ് ഫോമുണ്ട്, ട്രാൻസ് ഫോമുണ്ട്. അതായത് ഞാനൊരു ആൽക്കെയിനെ ട്രാൻസ്ഫോം ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിയേജൻറ്റും സിസ് ഫോം ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു റിയേജൻറ്റ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, ട്രാൻസ്ഫോം ആവണമെങ്കിൽ ഒരു റിയേജൻറ്റും അതുപോലെ തന്നെ സിസ് ഫോം ആവണമെങ്കിൽ മറ്റൊരു റിയേജൻറ്റ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ആ റിയേജൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ റിയേജൻസ് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോം ആണെങ്കിൽ മറ്റൊരു റിയേജൻറ്റും ഇതാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ് സിസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. സോ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട റിയേജൻറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് ട്രാൻസ്ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ Li ഇൻ പ്രസൻസ് ഓഫ് NH3 അല്ലെങ്കിൽ NaNH3 ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഞാൻ ഉപയോഗിക്കേണ്ടത് സിസ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ഉപയോഗിക്കണം, ലിൻഡാൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. സോ ലിൻഡാൽ കാറ്റലിസ്റ്റ്. അപ്പോൾ ലിൻഡാൽ കാറ്റലിസ്റ്റ് എന്താണ്, ലിൻഡാൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെനേഡിയം ബേസ്ഡ് BaSO4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ബേസ് ചെയ്തിട്ട് എന്താ ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട്. ഓക്കെ, പെനേഡിയം ലിൻഡാൽ കാറ്റലിസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ പെനേഡിയം ബേസ്ഡ് BaSO4 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോക്കി വെക്കാം. മാത്രമല്ല ഈ പെനേഡിയം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊരു പോയിസണസ് പോയിസണാണ്. അതായത് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, കുറക്കും. ഏത്, ഈ PD എന്ന് പറയുന്ന പാർട്ട് മാത്രം. ഓക്കെ, അത് BaSO4ൻ്റെ ആക്ഷൻ എന്ത് ചെയ്യും, കുറക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ആൽക്കെയിൻസ് എന്തുണ്ടാക്കാം, ആൽക്കീൻസ് ഉണ്ടാക്കാം. സോ നെക്സ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അടുത്ത പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസ് എന്നാണ്. സോ ഹാലോ ആൽക്കെയിൻസ് എന്താണ്, ഹാലോ ആൽക്കെയിൻസ് നമുക്കറിയാം. ചിലപ്പോൾ ഹാലോ ആൽക്കെയിൻസ് +2 പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഹാലോ ആൽക്കെയിൻസ്. വേറെ ഒന്നുമല്ല, അതായത് ഇപ്പോൾ ഞാൻ CH4 എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, ഇതിനൊരു ഹൈഡ്രജൻ പറയുന്നതാണ് എന്ത് ചെയ്തു, CH3Cl എഴുതി. അങ്ങനെയാണ് ഇതെന്താണ്, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട്, അരോമാറ്റിക് റിങ്ങിൽ ഒരു Hൻ്റെ പകരമാണ് ഞാൻ Cl ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിന് എന്താ പറയാൻ പറ്റും, അരൈൽ ഹാലൈഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആൽക്കെയിൻസ് ഫോം ചെയ്യാമെന്ന് നോക്കാം. സോ ഈ രണ്ട് സാധനത്തിൽ എങ്ങനെയാണ് ആൽക്കീൻസ് ഫോം ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബീറ്റ എലിമിനേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ് ഉണ്ടാക്കുന്നത്. അതായത് ഞാനൊരു കോമ്പൗണ്ട് എടുത്തു, അതെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നത് ഒരു CH അതായത് CH2, വേറെ ഒന്നുമില്ല, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. CH അതിൻ്റെ പേര് എന്താ പറയുന്നത്, ഒരു X ആണുള്ളത്. ഓക്കെ, X ആണുള്ളത്, ഇവിടെ ഒരു H ആണുള്ളത്. ഞാനിതിനെ ആൽക്കഹോളിക് KHുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താവും,
എലിമിനേഷൻ നടക്കും. മാത്രമല്ല ഞാൻ ഈ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ആലോ അൽക്കൈൻസ് തന്നെ ഹാലോ അലൈൻസ് നിങ്ങൾ പഠിക്കും. ഈ ആൽക്കോളിക് KH പകരം നിങ്ങൾ അക്വസ് KH ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് നടക്കാൻ അറിയാം. അക്വസ് KH ആണ് നടക്കാനുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ആണെങ്കിൽ എന്താ എടുക്കാം, എലിമിനേഷനാണ് എടുക്കുക. ഓക്കെ, എലിമിനേഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട്സ് വരാൻ നോക്കുക. അവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഹൈഡ്രജനും അതുപോലെ തന്നെ ഈ ഒരു ഇതും പോവും അല്ലേ. അങ്ങനെ പോയി എന്തുണ്ടാവുക, ഏതിൽ ഈ ആൽക്കോളിക് KH ആണെന്നുണ്ടെങ്കിൽ എന്താ നടക്കുക, എലിമിനേഷൻ നടക്കുക. അപ്പോൾ ഇത് എലിമിനേഷൻ എന്ത് ചെയ്യും, ഒരു ഡബിൾ ബോണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. സോ ഒരു ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യും. സോ അങ്ങനെ നോക്കാം, ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്താൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അതായത് CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നിന്നുണ്ടായാലും എന്ത് ചെയ്യും, CH3 CH2 CHOH എന്നുണ്ടാവും. ഓക്കെ, ശരിക്കും ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത്, കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് എന്താ വരിക, ഈ ഹൈഡ്രജൻ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെയാണ് അറ്റാക്ക് ചെയ്യും. സോ ഇത് നിങ്ങൾ നോക്കണ്ട. സോ ഇതെന്തല്ല, ഈ ഭാഗത്തുള്ളതല്ല അക്വസ് KHൻ്റെ ഈ ഭാഗത്തുള്ളതല്ല, ആൽക്കോളിക് KH മാത്രമാണെന്നുള്ളത്. ഇത് ബീറ്റ എലിമിനേഷൻ എന്ന് പറയാൻ പറ്റും. ബീറ്റ ഡി എലിമിനേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, ബീറ്റ ഡി എലിമിനേഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഓർഡർ ചോദിക്കാം. അതായത് സ്റ്റെബിലിറ്റി ഓർഡർ അല്ല, ഇതിൻ്റെ ഒരു ലിവിങ് ഗ്രൂപ്പ് എബിലിറ്റി, അതായത് എക്സിൻ്റെ ലിവിങ് ഗ്രൂപ്പ് എബിലിറ്റി ചോദിക്കാം. സോ ഇതിന് ലിവിങ് ഗ്രൂപ്പ് എബിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ലിവിങ് ഗ്രൂപ്പ് എബിലിറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ലിവിങ് ഗ്രൂപ്പ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദ്യം ക്ലീവ് ചെയ്യാറ് വെച്ചാൽ, അല്ലെങ്കിൽ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ആരെ പോകുക വെച്ചാൽ I- ആണ്. പിന്നെ ആരെ പോവാം, I- കഴിഞ്ഞാൽ Cl- ആണ്. പിന്നെ Cl- അല്ല Br- ആണ്. Cl- പിന്നെ ആരാ, F-. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തുള്ളത്, ഈ ഓർഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് അടുത്ത മെത്തേഡാണ്. സോ ഇത് സെയ്റ്റ്സ് റൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് നോക്കാനുള്ളത്. എന്താ സെയ്റ്റ്സ് റൂൾ എന്ന് വെച്ചാൽ ഏറ്റവും മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൻസ് ആയിക്കാരം മോർ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ അടുത്തത് പറഞ്ഞാൽ ആൽക്കോൾസ് ആണ്. ആൽക്കോൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ആൽക്കോൾസ് ചൂടാക്കിയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോസസ്സ് ആലോചിച്ച് വെക്കാം. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഡീഹൈഡ്രേഷൻ. ഓക്കെ, ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, H2 റിമൂവ് ചെയ്യുക. ഡീഹാലജുനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്ത് ചെയ്യുക, ഒരു HXനെ റിമൂവ് ചെയ്യുക. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു കാർബൺ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ടിനെ ക്ലീവ് ചെയ്യുന്നതിനാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. സോ പിന്നെ ഡീഹൈഡ്രേഷൻ അല്ലാതെ ഹാലോജിനേഷൻ, ഡീഹൈഡ്രേഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആൽക്കോളിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ആൽക്കോൾ എടുത്തു. സോ ഞാനൊരു ആൽക്കോൾ എടുത്തു. അതായത് ഞാൻ എടുക്കുന്നത് CH3 CH2OH എന്ന് പറയുന്ന ഒരു ആൽക്കോളാണ്. സോ ഞാൻ ഈ ആൽക്കോളിനെ ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ, അതായത് H+ പ്രസൻസിൽ എന്ത് ചെയ്തു, നല്ലതായിട്ട് ഹീറ്റ് ചെയ്തു. സോ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന കോമ്പൗണ്ട് എന്താ അറിയുമോ, എനിക്ക് കിട്ടാൻ ഇവിടുന്ന് ഒരു OH അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു H പോകും. അന്ന് OH ഒരു H പോയാൽ എന്തുണ്ടാവും, ഇപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടാവും. അതായത് CH3 ഡബിൾ ബോണ്ട് CH2 ഉണ്ടാവും. സോ ഇത് CH2 ഉണ്ടാവും, ഈ കോമ്പൗണ്ട് ഉണ്ടാവും. അതെല്ലാം ഞാൻ എടുക്കുന്ന അടുത്ത് നോക്കാം. CH3 CHOH CH3 ആണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ആസിഡിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യണം. അതിന് ആസിഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ ഉണ്ടാവും ഇവിടുന്ന് OH അതുപോലെ തന്നെ ഒരു H പോകും. ഓക്കെ, ഒരു H പോയാൽ എന്തുണ്ടാവും, എനിക്ക് കിട്ടാൻ പോണ കോമ്പൗണ്ട് പറഞ്ഞാൽ ഏകദേശം CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നുണ്ടാവും. ഓക്കെ, ഈ കോമ്പൗണ്ട്സ് കിട്ടാം. ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഓർഡർ തന്നെ അത് കാർബോകാറ്റയോൺ ആണ് ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആയതുകൊണ്ട് എന്താ ഉണ്ടാവുക, ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇങ്ങനെ തന്നു. അതായത് ഇവിടെ എന്തുണ്ട്, പ്രൈമറി ആൽക്കോളുണ്ട്, സെക്കൻഡറി ആൽക്കോളുണ്ട്, ടെർഷറി ആൽക്കോളുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ CH3 CH2OH ഉണ്ട്. ഓക്കെ, CH3 CH2OH ഉണ്ട്. അതുപോലെ തന്നെ CH3 CHOH CH3 ഉണ്ട്. അതുപോലെ തന്നെ ടെർഷ്യറി ആയിട്ട് CH3 CH3OH ഉണ്ട്. ഇതാണ് ഇത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറയുന്നത്. സോ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് വെച്ചാൽ വേറെ ആർക്കല്ല, ഏറ്റവും കൂടുതൽ ആരെ കാണിക്കുക, ടെർഷ്യറി കാണിക്കും. ഓക്കെ, ടെർഷ്യറിയാണ് കാണിക്കുക. പിന്നെ കഴിഞ്ഞിട്ട് സെക്കൻഡറി കാണിക്കും. അത് കഴിഞ്ഞാൽ പ്രൈമറി കാണിക്കും. ഇങ്ങനെ എന്താ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ വരും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക,
മനസ്സിലാക്കി വെക്കാം. പിന്നെ അത്രയും കാര്യമാണുള്ളത് ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ഇത്രയുള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്. പിന്നെ NCERT പറയുന്ന പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.